മല്ലടിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യന്റെ ചാരത്തിരുന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കൊടുക്കണേ. കാരണം എന്തെന്നറിയുമോ? ഈ സദസ്സിൽ ഹൃദയത്തിന്റെ ഉള്ളിൽ ഒരു കടുകുമണിയുടെ അളവെങ്കിലും ഈമാനുള്ള ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിലാഷം എന്താണെന്ന് ചോദിച്ചാ, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹം എന്തെന്നറിയോ? അതാ മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാം അവിടുന്ന് റൂഹ് പിടിച്ച് തന്റെ തൊണ്ടക്കുടിയുടെ ഭാഗത്തേക്ക് കടന്നു വരുമ്പോ അവസാനം ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് വർഷങ്ങള് എന്റെ പ്രിയമുള്ളവരെ ലക്ഷക്കണക്കിന് പ്രാവശ്യം പറഞ്ഞ ഒരു ദിക്റുണ്ടല്ലോ. ഞാനും നിങ്ങളും ജീവിതത്തിൽ ഒരുപാട് പ്രാവശ്യം പറഞ്ഞ ദിക്റാ. അറിയാത്ത ഒരു മനുഷ്യനുമില്ല. ഓരോ വഖത്ത് നമസ്കാരം കഴിയുമ്പോഴും പള്ളിക്കകത്തിരുന്നിട്ട് മുസല്ലയിലിരുന്നിട്ട് 10 പ്രാവശ്യം എണ്ണി പറയും ലാ ഇലാഹ ഇല്ലല്ലാഹ്. എല്ലാവർക്കും പറയാൻ അറിയുന്ന ഒരു ദിക്റാണ്. എല്ലാവരും ഒരുപാട് പ്രാവശ്യം പറഞ്ഞ് നാവ് കൊണ്ട് പറഞ്ഞ് പഠിച്ച ദിക്റാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, സഹാബാ, മരിക്കാൻ കിടക്കുന്ന മനുഷ്യന്റെ ചാരത്ത് നിന്നിട്ട് നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കൊടുക്കണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ എന്തിനാ പറഞ്ഞു കൊടുക്കാൻ പറയുന്നത്? സഹോദരാ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാ കിട്ടുന്ന പ്രതിഫലം എന്താ? എന്റെ പ്രിയമുള്ളവരെ, പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, ലോകത്തിലെ ഏറ്റവും വലിയ വിജയാരെന്നറിയുവോ? എന്റെ പ്രിയമുള്ളവരെ, വാഹനമുള്ളവനല്ല, പണമുള്ളവനല്ല, കൂട്ടുകാരുള്ളവനല്ല, വീടുള്ളവനല്ല. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, ഏറ്റവും വലിയ വിജയാരെന്നറിയുവോ? കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത് വ ഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ ഫമൻ സുഹ്സിഹ അനിൻ നാർ വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, ആരാണ് യഥാർത്ഥ വിജയം എന്നറിയോ? ആരാണ് യഥാർത്ഥ വിജയം എന്നറിയോ? ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയ മുസ്ലിമേ, ഏത് ഉറക്കത്തിൽ ചോദിച്ചാൽ ചാടി എഴുന്നേറ്റ് നിന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നിനക്ക് പറയാൻ അറിയുമല്ലോ. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന ദിക്ർ, അതാ മലക്കുൽ മൗത്ത് നിന്റെ തൊണ്ടക്കുടിയുടെ ഭാഗത്ത് നിന്ന് റൂഹ് വലിച്ചെടുക്കുന്ന അവസാന സമയം അല്ലാഹു നിനക്ക് തന്ന നാവ് കൊണ്ട് ഒരേ ഒരു പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാൻ കഴിഞ്ഞാ നീയാണ് ലോകത്തിലെ ഏറ്റവും വലിയ വിജയി. നിനക്ക് അല്ലാഹു സ്വർഗ്ഗം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ, ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന യഥാർത്ഥത്തിൽ ഒരു വിജയി ആരെന്നറിയോ? മോനെ, മരിക്കുന്ന സമയം നിനക്കറിയുന്ന ഒരു ദിക്ർ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന ഈ ദിക്ർ റൂഹ് പിടിച്ചതാ ഇവിടെ ഇങ്ങനെ കൊണ്ടുവെക്കും. അസ്റായീൽ അലൈഹിസ്സലാം ഇവിടെ നിന്ന് അങ്ങോട്ട് വലിച്ചെടുക്കുന്ന സമയം ഒറ്റ പ്രാവശ്യം നീ ഇത് പറഞ്ഞ മോനെ, നിന്റെ ദുനിയാവ് ആഖിറവും രക്ഷപ്പെടും, നീ സ്വർഗത്തിന്റെ അവകാശിയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ. നിങ്ങൾ ചോദിക്കും, സിറാജ് ഉസ്താദേ ഇത്രയേ ഉള്ളൂ? ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ മതിയോ? എന്നെ കൊണ്ട് പറ്റും. കാരണം തഴമ്പ് കണ്ടോ, താടിയുടെ നീളം കണ്ടോ, ഹജ്ജ് ചെയ്തിട്ടുണ്ട്, ഉംറ ചെയ്തിട്ടുണ്ട്, പള്ളി കെട്ടിക്കൊടുത്തിട്ടുണ്ട്, പാവങ്ങൾക്ക് കൊടുക്കാറുണ്ട്, ഖുർആൻ പഠിച്ചിട്ടുണ്ട്, ഞാൻ ഹാഫിള, ഞാൻ ആലിമ, ഞാൻ പണ്ഡിതനാ, അല്ലേ? എന്നെ കൊണ്ട് പറ്റൂന്നാ നമ്മളൊക്കെ കരുതിയിരിക്കണേ. ആരാ പറഞ്ഞത് എന്നെ കൊണ്ട് പറ്റുമെന്ന്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന മരണസമയത്ത് പറയാൻ കഴിയുമെന്ന് നിനക്ക് ആരാ പറഞ്ഞെന്ന്? ആർക്കാ ഉറപ്പുണ്ടായിരുന്ന ഈ ദുനിയാവിൽ? അല്ലാഹുവിന്റെ ഈ ദുനിയാവിൽ ആർക്കായിരുന്നു മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാൻ കഴിയുമെന്ന് ഉറപ്പാർക്കാ ഉണ്ടായിരുന്നത്? എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എടുത്തു നോക്ക്. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ഇബ്രാഹിം നബിയെ
നമുക്കൊരിക്കലും മറക്കാൻ കഴിയില്ലല്ലോ. അല്ലാഹുവിന്റെ ഖലീലാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ആ ഇബ്രാഹിം നബി ഈ ഭൂമിയുടെ മധ്യഭാഗത്ത് പടച്ച റബ്ബിനെ ആരാധിക്കുന്നതിന് വേണ്ടി വാപ്പയും മകനും കൂടെ പരിശുദ്ധമായ കഅബാലയം പണിയുകയാണ്. രണ്ടുപേരും കൂടെ അള്ളാന്റെ കഅബാലയം പണിതിട്ട് പണി കഴിഞ്ഞപ്പോൾ അള്ളാഹുവിനോട് ദുആ ചെയ്ത ദുആ ഖുർആനിൽ കാണാം. എന്താണ് അവിടെ നിന്ന് ദുആ ചെയ്തത്? റബ്ബനാ തഖബ്ബൽ മിന്നാ. മഹാനായ ഇബ്രാഹിം നബി അള്ളാഹുവിനോട് കഅബാലയം പണിതിട്ട് അതിന്റെ മുന്നിൽ ഇരുന്നിട്ട് പടച്ച റബ്ബിന്റെ ദർബാറിലേക്ക് ഇരു കരങ്ങൾ ഉയർത്തിയിട്ട് അവിടെ നിന്ന് ദുആ ചെയ്യുന്നു, അല്ലാഹുവേ ഈ സൽക്കർമ്മത്തിനെ സ്വീകരിക്കണേ അല്ലാ. അള്ളാനൊരു പള്ളി കെട്ടിക്കൊടുത്തിട്ട് ഒരു പ്രവാചകം ദുആ ചെയ്യുകയാ, ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോ എന്നെ ഒരു മുസ്ലിമാക്കി മരിപ്പിക്കണേ അല്ലാ. വാപ്പാ ഇബ്രാഹിം നബിക്ക് ഉറപ്പില്ലായിരുന്നു. ഖുർആനിന്റെ മറ്റൊരു ഭാഗം എടുത്ത് നോക്ക്. ഈജിപ്തിന്റെ ഭരണാധികാരിയായി തന്റെ രാജസിംഹാസനത്തിലേക്ക് കയറുമ്പോ യൂസുഫ് നബി അല്ലാഹുവിനോട് ദുആ ചെയ്ത ദുആ ഖുർആനിൽ കാണാം. റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽക്ക് വഅല്ലംതനി മിൻ തഅവീലിൽ അഹാദീസ് ഫാതിറസ് സമാവാതി വൽ അർദ് അൻത വലി ഫിദ് ദുനിയാ വൽ ആഖിറ തവഫനി മുസ്ലിമാ. യൂസുഫ് നബി അല്ലാഹുവോട് പറയുന്ന, പടച്ചവരെ ഈജിപ്തിന്റെ അധികാരം എനിക്ക് തന്നു, സ്വപ്നവ്യാഖ്യാനങ്ങൾ എനിക്ക് പഠിപ്പിച്ചു തന്നു, ഇതെല്ലാം നിന്റെ ഔദാര്യമാണ്. പക്ഷേ യൂസുഫിന് വേണ്ടത് എന്തെന്നറിയോ? യൂസുഫിന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്തെന്നറിയോ? തവഫനി മുസ്ലിമാ. മരിക്കുന്ന സമയത്ത് ഈമാനോടുകൂടി മരിക്കണം തമ്പുരാനെ, എനിക്കതിനുള്ള ഭാഗ്യം തരണേ അല്ലാ. യൂസുഫ് നബി ദുആ ചെയ്തത് എങ്ങനെയാ? എന്തിനാ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പാതിരാത്രി സുജൂദിൽ കിടന്നിട്ട് പൊട്ടിക്കരയുകയാണ്. കരച്ചിൽ കേട്ടിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹാ അവിടുന്ന് എഴുന്നേറ്റ് നോക്കുമ്പോ എന്തേ പറഞ്ഞുകൊണ്ട് കരയുന്നതെന്നറിയുമോ? യാ മുകല്ലിബൽ ഖുലൂബ്, ഹൃദയങ്ങളെ മറിച്ചു കളയുന്ന അല്ലാ, എന്റെ ഹൃദയത്തെ ദീനിൽ ഉറപ്പിച്ചു നിർത്തണേ അല്ലാ. ഈ പ്രപഞ്ചം തന്നെ സൃഷ്ടിക്കാൻ കാരണക്കാരനായ മുത്തുനബിയെന്ന് കരന്നുകൊണ്ട് ദുആ ചെയ്യുമ്പോ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹാ അവിടുന്ന് ചോദിക്കുന്നു, നബിയേ ഉറപ്പില്ലേ നബിയേ, അങ്ങക്ക് ഉറപ്പില്ലേ നബിയേ? റസൂലുള്ളാഹി പറഞ്ഞതെന്തെന്നറിയോ? ആയിഷ, മരണസമയത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ അല്ലാഹു കരുണ ചെയ്തവർക്കല്ലാതെ അതിന് കഴിയില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. ഇബ്രാഹിം നബിക്ക് വിശ്വാസമില്ലായിരുന്നു. അവിടുന്ന് ദുആ ചെയ്ത്, പടച്ചവനെ മരിക്കുമ്പോൾ എനിക്ക് ഈമാനോടുകൂടിയുള്ളൊരു മരണം. യൂസുഫ് നബി ദുആ ചെയ്തത് അങ്ങനെ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനും ദുആ ചെയ്തത് അങ്ങനെ. അതുകൊണ്ട് വാപ്പ ഉറപ്പിക്കാൻ വരട്ടെ, താടിയുടെ നീളം കണ്ടുകൊണ്ട് നീ അങ്ങ് നെളിയണ്ട, നിന്റെ നെറ്റിത്തടത്തിൽ 2 തഴമ്പുണ്ടെന്ന് പറഞ്ഞിട്ട് നീ അങ്ങ് തങ്ങളാണെന്നൊന്നും കരുതണ്ട മോനെ. നിന്നെ പോലെ എത്രയോ കൊലകൊമ്പന്മാര് തോറ്റുപോയത് അവിടെ വാപ്പ. നിന്നെക്കാളും എത്രയോ മഹാന്മാർ അള്ളാഹുവെ പടച്ചവന്റെ മുന്നിൽ 2 കൈ നീട്ടിയിട്ട് ചോദിച്ച ഉടനെ അള്ളാഹു കൊടുക്കുന്ന എത്രയോ അറിയപ്പെടുന്ന വലിയ വലിയ മഹാന്മാര് അവസാനം കാഫിറായി ചത്തുപോയ ചരിത്രം ഖുർആൻ പറഞ്ഞു തരുന്നുണ്ട്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് എല്ലാവർക്കും വല്ലാത്ത ആഗ്രഹമാണ് മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ട് മരിക്കണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് കൈപൊക്കിക്കേ, അങ്ങനെ പറയാൻ കൊതിയുള്ളവർ. കൈപൊക്കാത്തവനെ ഞാനൊന്ന് കാണട്ടെപ്പാ, കൈപൊക്കാത്ത ആളെ ഞാനൊന്ന് കാണട്ടെ. നിങ്ങളൊന്ന് കൈപൊക്കിക്കേ. മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു മരിക്കാൻ ആഗ്രഹമുള്ളവരെന്ന് പൊക്കിക്കേ. പൊക്കണമെങ്കിൽ നല്ലതുപോലെ പൊക്കോ, ചിലപ്പോൾ ഇതിന്റെ പേരിലായിരിക്കും രക്ഷപ്പെടുന്നത്. അൽഹംദുലില്ലാ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. എങ്കിൽ പ്രവാചകൻ പറഞ്ഞു, മരിക്കാൻ കിടക്കുന്ന മനുഷ്യന്റെ ചാരത്ത് നിന്ന് നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കൊടുക്കണം. എന്നിട്ട് പറഞ്ഞു, ആ മരിക്കാൻ കിടക്കുന്ന മനുഷ്യൻ ഇഷ്ടപ്പെടുന്ന ആള്. അങ്ങനെ ഒരു നിയമം കൂടെ ഉണ്ട്. ആരെങ്കിലും പറഞ്ഞു കൊടുത്താൽ പോരാ. മരിക്കാൻ കിടക്കുന്ന മനുഷ്യന് ഏറ്റവും ഇഷ്ടമുള്ള ആളാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കൊടുക്കേണ്ടത്. അതിന്റെ കാരണം
ശപിക്കപ്പെട്ട ശൈത്താൻ അപ്പോഴും വരുന്നത് വാപ്പാടെ രൂപത്തിലാ, മരിച്ചുപോയ ഉമ്മാന്റെ രൂപത്തില്. കയ്യിൽ വെള്ളവും പിടച്ചുകൊണ്ട് ഇടതുഭാഗത്ത് വന്നിരുന്നിട്ട് ഇങ്ങനെ പറയും, മോനേടാ കുടിക്കാൻ വെള്ളം തരാടാ, പറയല്ലേടാ. എന്റെ പ്രിയപ്പെട്ടവരെ, മരിക്കാൻ കിടക്കുന്ന മനുഷ്യന്റെ മുന്നിൽ ഷഹാദത്ത് കലിമ പറഞ്ഞു കൊടുക്കണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആഗ്രഹമുള്ളവർ കൈപൊക്കാൻ പറഞ്ഞപ്പോൾ എല്ലാവരും പൊക്കി. എങ്കിൽ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഈ സദസ്സിലിരിക്കുന്ന 5 വിഭാഗം ആൾക്കാർക്ക് മരിക്കാൻ കിടക്കുമ്പോൾ ആര് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കൊടുത്താലും അവൻ കേട്ടാലും അവന് പറയാൻ ആഗ്രഹമുണ്ടെങ്കിലും അവന്റെ നാവ് പൊക്കിയിട്ടത് പറയാൻ കഴിയില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മരിക്കാൻ കിടക്കുന്ന മനുഷ്യന്റെ ചാരത്തിരുന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കൊടുക്കുമ്പോൾ ഓൻ കേൾക്കുന്നുണ്ട്, പറയണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ഈ നാക്കുണ്ടല്ലോ അതങ്ങോട്ട് പൊങ്ങൂല. 5 വിഭാഗം ആൾക്കാര്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഉറക്കെ പറഞ്ഞ അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു ഈ 5 വിഭാഗത്തിനെ തൊട്ട് ഞങ്ങളെ നീ കാത്തിരക്ഷിക്കണേ തമ്പുരാനെ. അപ്പം മരണസമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ കഴിയാത്ത 5 വിഭാഗമാരാ. മയ്യത്ത് കണ്ടിട്ടില്ലേ? മുഖമൊക്കെ കറുത്ത് സുന്ദരനായിരുന്നു, പക്ഷെ മരിച്ചു കിടന്നപ്പോൾ നോക്കാൻ തന്നെ പേടിയാ. അങ്ങോട്ട് ഒരു പ്രാവശ്യം നോക്കൂ, പിന്നെ നോക്കൂല. കണ്ണ് തെള്ളി, വായിലൂടെ പതയും നുരയും ഒലിപ്പിച്ച് മരിക്കുന്ന സമയത്ത് മൃഗങ്ങൾ കിടന്നു വലിക്കുന്നത് പോലെ വലിച്ചു വലിച്ചു വലിച്ച് കിടന്ന കിടപ്പിൽ കിടന്നു മലമൂത്ര വിസർജനം നടത്തിയിട്ട് മരിച്ചു പോകുന്നവരുണ്ട്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് മരണസമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ കഴിയാത്ത 5 വിഭാഗം അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. പറഞ്ഞുതരട്ടെ എല്ലാവരും ഒന്ന് നേരെ ഇരുന്നേ. ഇതിലെ പെണ്ണുങ്ങൾ പ്രസവിക്കാനിരിക്കുന്ന പോലെ കയ്യും കാല് വെട്ടിയിട്ടേക്കണ പോലെ ഇരിക്കുന്ന നേരെ ഇരി മനുഷ്യന്മാര്. ഉറങ്ങുന്നവരെയൊക്കെ ഒന്ന് വിളിച്ചുണർത്തിക്കേ. എല്ലായിരുന്നു ഉറങ്ങാം. സ്വർഗത്തിരുന്ന് ഉറങ്ങണമെങ്കിൽ ഒരു യോഗം വേണമല്ലോ, അതല്ലേ? സ്വർഗത്തിലിരുന്ന് ഉറങ്ങണമെങ്കിൽ അതിനും ഒരു യോഗം വേണം. ഉറങ്ങിക്കോ, കുഴപ്പമില്ല, ഇന്നും കൂടെ പറ്റൂ. നാളെ മുതൽ കബറിന്റെ അകത്ത് കിടത്ത് കൊള്ളാനുള്ളതല്ലേ, ഇന്നും കൂടെ അല്ലേ ഉറങ്ങാൻ പറ്റൂ. ഇരുന്ന് ഉറങ്ങിക്കോ. അള്ളാഹു നമുക്ക് നല്ല മരണം തരുമാറാകട്ടെ, അള്ളാഹു നല്ല മരണം തരുമാറാകട്ടെ. സ്വർഗത്തിലും വന്നിരുന്നിട്ട് ഉറങ്ങുക ചില ആൾക്കാർ, അതൊരു സുഖമല്ലേ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഉറക്കം മാറാനുള്ളൊരു വഴി പറഞ്ഞു തരട്ടെ, ഈ ഇരിക്കണ അലസത മാറാനുള്ളൊരു വഴി പറഞ്ഞു തരട്ടെ. ഇത്രയും നാളും വല്ലവരുടെ മയ്യത്തല്ലേ കൊണ്ടുപോയി കബറടക്കിയിട്ടുള്ളൂ. നിങ്ങളെല്ലാവരും വല്ല ആൾക്കാരുടെ മയ്യത്ത് കുളിപ്പിച്ചിട്ടുണ്ട്, നിസ്കരിച്ചിട്ടുണ്ട്, കബറടക്കിയിട്ടുണ്ട്. മണ്ണും വാരി ഏറാ കബറിനകത്തോട്ട്. മണ്ണും വാരി കബറിന്റെ അകത്ത് എറിഞ്ഞിട്ട് ഞാനും നിങ്ങളും ഇറങ്ങിപ്പോകുന്നവരാ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എങ്കിൽ നിങ്ങൾക്ക് മരിക്കാൻ സമയമായോ എന്നറിയാൻ 3 അടയാളമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ പറ, നബി മുഹമ്മദ് മുസ്തഫ. നിങ്ങൾക്ക് ആർക്കെങ്കിലും മരിക്കാൻ സമയം, അവനവന്റെ മരണം അടുത്തോ ഇല്ലയോ എന്നറിയാൻ 3 അടയാളമുണ്ട്. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. പറഞ്ഞുതരട്ടെ? വേണോ വേണ്ടേ? ഉള്ള സമാധാനം പോകും. വേണോ? ആഗ്രഹമുള്ളവര് കൈവക്കിക്കേ. നീ പൊക്കിയാൽ എന്ത്, പൊക്കിയില്ലെങ്കിൽ അസ്രായേൽ നിന്നെ പൊക്കും, പേടിക്കണ്ട. ആ ചങ്ങാതിക്ക് പിന്നെ തെറ്റാറില്ലല്ലോ. 3 അടയാളം ഞാൻ പറഞ്ഞു തരാം. ഈ സദസ്സിരിക്കുന്ന ആർക്കെങ്കിലും ഈ 3 അടയാളത്തിൽ ഏതെങ്കിലും ഒരെണ്ണം വന്നിട്ടുണ്ടെങ്കിൽ നാളെ രാവിലെ നീ വണ്ടി എടുത്തുകൊണ്ട് എവിടെ പോകണം? അള്ളാഹു നിനക്ക് നാളെ രാവിലെ എഴുന്നേക്കാൻ ആയുസ് തന്നാ നീ ഇവിടെ നിന്ന് രാത്രി പോകുമ്പോൾ നേരം വെളുക്കണ്ട. നിനക്ക് അള്ളാഹു ആയുസ് തന്ന നാളെ വടകരയിൽ പോയിട്ട് നല്ലൊരു കഫൻ തുണി വാങ്ങണം കേട്ടാ. കടം വല്ലതും വീട്ടാനുണ്ടെങ്കിൽ വീട്ടിൽ പോകണം. യാത്ര പറയേണ്ടവരോടൊക്കെ പറഞ്ഞോണം. പൊരുത്തം ചോദിക്കേണ്ട പെണ്ണുങ്ങളൊക്കെ പോയിട്ട് നാളെ കഫൻ തുണി വാങ്ങിച്ചോണം. നിന്നെ പൊതിയാൻ ഈ ഫർദൊന്നും വേണ്ട നിനക്ക്. നിന്നെ പൊതിയാനുള്ള കഫൻ തുണി നിന്റെ പൈസ കൊടുത്ത് തന്നെ വാങ്ങും. ആണുങ്ങളൊക്കെ പറ്റുമെങ്കിൽ പള്ളിയിൽ പോയി കവർ കുഴിച്ചിട്ടോ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ, അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അപ്പൊ നേരെ ഇരിക്കും. മരണത്തിന്റെ അടയാളം, നിന്റെ ഒടുക്കത്തെ പോക്കിന്റെ അടയാളം പറയാൻ പോണ. നേരെ ഇരുന്ന് കേട്ടോ. ഒന്ന് ബയാദു ശഅരിക ബഅദ സവാദിഹി. പാപ്പ, ഉമ്മ, ഈ ഇരിക്കണ നിങ്ങളെല്ലാവരും നിങ്ങളുടെ തലയിൽ, നിങ്ങളുടെ താടിയിൽ നോക്കണം. ഈ തലയിലെയോ താടിയിലെയോ കറുത്ത രോമങ്ങൾക്കിടയിൽ എവിടെയെങ്കിലും ഒരു വെള്ള കാണുന്നുണ്ടെങ്കിൽ പാപ്പ നിനക്ക് സമയം അടുത്തു എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, മരണത്തിന്റെ 1ാമത്തെ അടയാളം നോക്കിക്കോ, നിന്റെ താടിയിലും തലയിലും നോക്കിക്കോ. ഒരു വെള്ള കാണുന്നുണ്ടെങ്കിൽ നിനക്കുള്ള കഫൻ തുണി നീ തന്നെ വാങ്ങി വെച്ചോ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഇനിയിപ്പം നരയ്ക്കാൻ എന്തെങ്കിലും ഉണ്ടോ? അല്ലേ? എല്ലാം നരച്ചു കഴിഞ്ഞു. പുറകിലോട്ട് നോക്കണില്ല, കാരണം എല്ലാം വെട്ടാൻ നിർത്തിയിരിക്കുന്ന ആൾക്കാരാ. എല്ലാം നരച്ചു അല്ലേ? ക്ലീൻ ഷേവ്. വാപ്പ 50 ആയി, 45 കഴിഞ്ഞു. 40 വയസ്സ് കഴിഞ്ഞിട്ടും വാപ്പമാര് ക്ലീൻ ഷേവാ. വാപ്പ 40 ആയ നന്നാകണം കേട്ടാ.
40 വയസ്സായ മനുഷ്യൻ പിന്നെ അവൻ വേറൊന്നുമില്ല എന്നാ ഖുർആനിന്റെ ആയത്ത് ഓതിയിട്ട് കാത്തിരിക്കണോന്നാ. ഖുർആനിന്റെ ആയത്ത് മോദിയിട്ട് 40 വയസ്സ് കഴിഞ്ഞവൻ കാത്തിരിക്കണമെന്നാ. 40 കഴിഞ്ഞിട്ട് നന്നാകാത്തവനെ കുറിച്ച് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അള്ളാഹു കാത്തിരിക്കുമാറാകട്ടെ. അപ്പൊ നിങ്ങളുടെ ആരുടെയെങ്കിലും മുടി നരച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ പെങ്ങളെ റിമോട്ടൊക്കെ മാറ്റി വെച്ചിട്ട് ഒരുങ്ങിക്കോ. അള്ളാഹു നല്ല യാത്ര തരുമാറാകട്ടെ. അള്ളാഹു നല്ല യാത്ര തരുമാറാകട്ടെ. രണ്ടാമത്തെ അടയാളം നിത്യമായിട്ടുള്ള രോഗങ്ങളാണ്. നിത്യമായിട്ടുള്ള രോഗങ്ങൾ, അസുഖങ്ങളുള്ളവർ കൈവെക്കാൻ പറഞ്ഞാൽ 2 കൈയും വെക്കും ഇപ്പൊ എല്ലാവരും. കാരണം എന്താ, എല്ലാവരും രോഗികളാണ്. പ്രഷറോ ഷുഗറോ കൊളസ്ട്രോളോ തൈറോയിഡോ ബിപി എന്തെങ്കിലും ഒരു രോഗം. നിത്യമായിട്ടുള്ള രോഗങ്ങൾ മരണത്തിന്റെ അടയാളമാണ്. 3, പഴയ ആരോഗ്യം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടോ? വാപ്പ, ഈ സദസ്സിരിക്കണ കൊച്ചുകുട്ടികളെ ഒഴിച്ച് ബാക്കി ഓരോരും ചോദിച്ചേ, നിങ്ങൾക്ക് പഴയ ആരോഗ്യം ഉണ്ടോ? ഓടാൻ പറ്റുമോ? ഇവിടെ നിന്ന് അവിടെ വരെ ഒന്ന് ഓടാൻ പറ്റുമോ? കുനിയാൻ പറ്റുമോ? നടുവിന് വേദന, സർവ്വവേദന, കസേരയില ഇല്ല അല്ലേ? പഴയ ആരോഗ്യമൊക്കെ നഷ്ടപ്പെട്ടു. നെളിഞ്ഞ് നടന്നവർ മുഴുവനും കൂനു വന്ന് തുടങ്ങി, തൊലി ചുളുങ്ങി തുടങ്ങി. അപ്പൊ അത് നിന്റെ യാത്രയുടെ അടയാളമാണ്. അള്ളാഹു നമുക്ക് ഒരുങ്ങാൻ ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ ഈ പറഞ്ഞ 3 അടയാളത്തിൽ 3 വന്നവരുണ്ട്, 2 വന്നവരുണ്ട്, ഒരെണ്ണമെങ്കിലും വന്നവരുണ്ട്. വന്നിട്ടുണ്ടോ? തയ്യാറെടുത്തോ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ചില ചെറുപ്പക്കാരിരുന്ന് ചിരിക്കുന്നു, ഉസ്താദേ ഈ പറഞ്ഞ 3 എനിക്കില്ല ഉസ്താദേ. എടാ വേണമെന്ന് നിർബന്ധമൊന്നുമില്ലടാ അനിയ. ഈ 3 അടയാളവും വേണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. നിന്നെ പോലെ ചിരിച്ച ഒരുത്തം ബൈക്ക് എടുത്തിട്ട് പോയതാ, ഇപ്പൊ പള്ളിക്കാട്ടി കിടക്കുന്നുണ്ട്. അള്ളാഹു അങ്ങനെയുള്ള മരണത്തെ തൊട്ട് കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു അങ്ങനെയുള്ള മരണത്തെ തൊട്ട് കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, പെങ്ങളെ അള്ളാഹു തന്ന അള്ളാഹുവിന്റെ ഈ പുണ്യമായ സദസ്സിൽ ഒരുമിച്ച് കൂടിയ പെങ്ങളോട് പറയുകയാ, വെറുതെ കേട്ട് കളയാനുള്ള വാഴല്ല മോളെ. മരണസമയത്ത് ഏത് പണ്ഡിതനാകട്ടെ, ഏത് മഹാനാകട്ടെ, ഏത് ആലിമാകട്ടെ, നിന്റെ ചാരത്ത് വന്ന് നിന്നിട്ട് പറയുന്നു, പറവാപ്പാ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു തരുമ്പോ പറയാൻ കഴിയാത്ത 5 വിഭാഗത്തിൽ 1ാമത്തെ വിഭാഗം ആരെന്നറിയുമോ? സഹാബാ. നമസ്കാരത്തിൽ അലംഭാവം കാണിക്കുന്നവരാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, 1ാമത്തെ വിഭാഗം നമസ്കരിക്കാത്തവനല്ല. പടച്ചവനെ നമസ്കരിക്കാത്തവനെ കുറിച്ച് ചർച്ചയില്ലല്ലോ, അവൻ മുസ്ലിമല്ലല്ലോ. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഏതെങ്കിലും ഒരു മനുഷ്യൻ ഒരു വഖത്ത് നമസ്കാരം കാരണമില്ലാതെ മുടക്കിയാൽ അവന് കാഫിറാണെന്ന് മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. ഉമർ തങ്ങൾ പറയുന്നു, കാരണമില്ലാതെ ഒരു വഖത്ത് നമസ്കാരം ഒരു മനുഷ്യൻ മുടക്കി കഴിഞ്ഞോ പിന്നെ അവൻ ഇസ്ലാമിന്റെ പുറത്താണെന്ന് ഉമർ തങ്ങൾ പറയുമ്പോ, പടച്ചവനെ പള്ളിക്കകത്ത് നമസ്കാരം നടക്കുമ്പോഴും പള്ളിയുടെ മുന്നിലൂടെ നടന്നു പോകുന്ന ചെറുപ്പക്കാരാ, എങ്ങനെയാടാ നാളെ പടച്ചിറപ്പിന്റെ പരലോകത്ത് കടന്നു വരുന്നതെന്നറിയുവോ? എവിടെങ്കിലും കിടന്ന് ചത്തുപോയാ നിന്നെയും കൊണ്ടുപോയി എല്ലാവരെയും കബറടക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോയി കുടിച്ചിടുമല്ലോ. നാളെ ഇസ്രാഫീൽ എന്ന മലക്ക് സൂറെന്ന കാഹളത്തിൽ ഊതിക്കഴിയുമ്പോ കബർ പൊളിച്ചിട്ട് എഴുന്നേറ്റ് വരുന്ന കോലം എങ്ങനെയാ? പന്നിയുടെ രൂപത്തിലാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുന്നു, പന്നിയുടെ കോലത്തിലാണ് നാളെ പരലോകത്തേക്ക് നമസ്കരിക്കാത്തവനെ കടന്നു വരുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകന് മിഅ്റാജിന്റെ രാത്രിയിൽ ഒരു കാഴ്ച കാണുകയാ. അല്ലാഹുവേ, അതാ തന്റെ സമുദായത്തിലെ ഒരു വിഭാഗത്തിനെ പിടിച്ച് കിടത്തിയിരിക്കുകയാണ്. അവരുടെ തലയുടെ മുകളിലേക്ക് വലിയ വലിയ പാറ കൊണ്ടുവന്നിട്ട് മലക്കുകൾ അവന്റെ തലയിലിടുകയാ. അവന്റെ തലച്ചോറ് പൊട്ടിച്ചിതറുകയാണ്. അല്ലാഹുവേ, താഴെ വീണ കല്ലതാ മലക്കുകളെ രണ്ടാമതും എടുത്തിട്ട് തിരിയുമ്പോ തലയതാ പഴയ രൂപത്തിലായിരിക്കുകയാ. പിന്നെയും അവന്റെ തലയുടെ മുകളിലേക്ക് പാറയിടുകയാണ്. പടച്ചവനെ, പിന്നെയും ഇങ്ങനെ മലക്കുകളെ ചെയ്തുകൊണ്ടിരിക്കുകയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ ഈ കാഴ്ച കണ്ടിട്ട് അവിടെ നിന്ന് ചോദിച്ചു, മൻ ഹൗലാഇ യാ ജിബ്രീൽ, ആരാണ് ജിബ്രീല്? ആരാണ് ജിബ്രീല്? ഇവരെന്ത് പാപമാണ് ചെയ്തതെന്ന് ചോദിക്കുമ്പോ അവിടെ നിന്ന് പറയുന്നു, നബിയേ
അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ഹയ്യ അലൽ സ്വലാ ഹയ്യ അലൽ ഫലാ പടച്ചറപ്പിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ അതിനുത്തരം നൽകാതെ പടച്ചറപ്പിനെ മറന്നു നടന്നവരാ അവൻ അല്ലാഹു കൊടുക്കുന്ന ശിക്ഷ ഇതാ. എന്റെ പ്രിയമുള്ളവരെ, പ്രായമുള്ള വാപ്പമാര് നടക്കാൻ കഴിയാതെ വേച്ച് നടന്ന് പള്ളിയിലേക്ക് പോകുന്ന കാഴ്ച കണ്ടാൽ അല്ലാഹുവിന്റെ പള്ളിക്കകത്ത് ജമാഅത്തായി നമസ്കാരം നടക്കുമ്പോഴും ആ പള്ളിയുടെ മുന്നിൽ ഇരിക്കുന്ന കടക്കകത്തിരുന്ന് കച്ചവടം നടത്തുന്ന മനുഷ്യ അല്ലാഹുവിനെ മറന്നുകൊണ്ടിരിക്കുന്നവരുണ്ടല്ലോ. നിനക്ക് കച്ചവടമാണല്ലോ വലുത്, നിനക്ക് ദുനിയാവല്ലേ വേണ്ടത്, നിനക്ക് പണമല്ലേ വേണ്ടത്. എന്റെ സഹോദരാ, നിനക്ക് പണം തന്ന റബ്ബിനതെടുത്ത് കളയാൻ അധികം സമയം വേണ്ട. പടച്ച റബ്ബിനെ മറക്കുന്നത് ദുനിയാവിന് വേണ്ടിയാ. എങ്കിലെന്റെ പ്രിയപ്പെട്ടവര്, ദുനിയാവിനെ വല്ലാതെ ഇഷ്ടപ്പെടുന്നവര്, നിനക്ക് ഞാനൊരു ചരിത്രം പറഞ്ഞു തരാ. മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം, അല്ലാഹുവിന്റെ പ്രവാചകൻ മൂസാ നബി അലൈഹിസ്സലാം ഒറ്റയ്ക്ക് ഇങ്ങനെ നടന്നു പോകുമ്പോ അല്ലാഹുവേ, ഒരു ചെറുപ്പക്കാരിരുന്ന് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാ. രണ്ട് കൈയും ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചിട്ട് ഒരു ചെറുപ്പക്കാരിരുന്ന് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാണ്. മൂസാ നബിക്ക് വല്ലാത്ത അത്ഭുതമായി, മൂസാ നബിക്ക് വല്ലാത്ത അത്ഭുതമായി. പടച്ചവനെ, മൂസാ നബി തിരിച്ചു വരുമ്പോഴും ഈ മനുഷ്യൻ അവിടെ ഇരുന്ന് കരയുകയാ, അവിടുന്ന് ദുആ ചെയ്യുകയാ. മൂസാ നബി പറഞ്ഞു, അല്ലാ, എന്ത് നല്ല മനുഷ്യനാണ് റബ്ബേ. ഇങ്ങനെയും ചില അടിമകളുണ്ടല്ലോ തമ്പുരാന്, ഇവന്റെ ദുആ സ്വീകരിക്കണേ അല്ലാ. മൂസാ നബി അവിടുന്ന് ദുആ ചെയ്യുകയാ, മൂസാ നബി അവിടുന്ന് ദുആ ചെയ്യുകയാ. അതാ വരുന്ന മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നിട്ട് അവിടുന്ന് പറയുന്നു, മൂസ നബിയേ, ഈ മനുഷ്യൻ ഇവിടെ ഇരുന്ന് കരഞ്ഞ് ഖിയാമത്ത് നാൾ വരെ ദുആ ചെയ്താൽ ഇവന്റെ ദുആ അല്ലാഹു സ്വീകരിക്കില്ല നബിയേ. രണ്ട് കൈയും ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചിട്ട് ഈ കൈ രണ്ടും ഒടിഞ്ഞ് താഴെ വീണാൽ കരഞ്ഞ് ഇവന്റെ കണ്ണുനീര് തീർന്നതിന് ശേഷം ഇവന്റെ തലച്ചോറ് ഇവന്റെ കണ്ണിലൂടെ ഒലിച്ചിറങ്ങിയാൽ, ഇവിടെ ഇരുന്ന് ദുആ ചെയ്ത് ഇവന്റെ നട്ടെല്ലൊടിഞ്ഞു പോയാൽ അല്ലാഹു ഇവന്റെ ദുആ സ്വീകരിക്കില്ല നബിയേ. അവിടെന്ന് ചോദിക്കുന്നു, ജിബ്രീലേ, ഇവനെന്ത് പാപമാ ചെയ്തത്, ഇവനെന്ത് ദ്രോഹമാ ചെയ്തത് നബിയേ? ഇവൻ ദുനിയാവിന് വേണ്ടി അല്ലാഹനെ മറന്നവനാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവര്, നമസ്കരിക്കാത്തവനെ കുറിച്ച് ചർച്ചയില്ല, നമസ്കരിക്കാത്തവനെ കുറിച്ച് ചർച്ചയില്ല. മരണസമയത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ കഴിയാത്ത ഒന്നാമത്തെ വിഭാഗം ആരെന്നറിയുമോ? നമസ്കാരത്തിൽ അലംഭാവം കാണിക്കുന്നവരാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, ഉസ്താദന്മാര് പള്ളിയിലെ മഗ്രിബ് നമസ്കാരത്തിൽ ഓതുന്ന ഒരു സൂറത്തുണ്ട്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. أرأيت الذي يكذب بالدين فذلك الذي يدعو اليتيم ولا يحض على طعام المسكين فويل للمصلين. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടെന്ന് പറയുകയാ, വൈലെന്ന് പറയുന്ന നരകം നമസ്കരിക്കുന്നവർക്കുള്ളതാ, വൈലെന്ന് പറയുന്ന നരകം നമസ്കരിക്കുന്നവർക്കുള്ളതാ. എങ്ങനെയാ നബിയേ, എങ്ങനെ നിസ്കരിക്കുന്നവർക്കാണ് നബിയേ? അല്ലദീനഹും അൻ സ്വലാത്തിഹിം സാഹൂർ. അശ്രദ്ധമായി നിസ്കരിക്കുന്നവരുണ്ടല്ലോ. പടച്ചവനെ, ഇവിടെ ഇരിക്കുന്നവരോട് ചോദിക്കുകയാ, ഇന്ന് പള്ളിക്കകത്ത് ബാങ്ക് വിളിച്ച് നമസ്കാരം നടക്കുമ്പോ ഇന്നത്തെ നമ്മുടെ നമസ്കാരങ്ങൾ കണ്ടാൽ, ഇന്നത്തെ ചെറുപ്പക്കാരുടെ നമസ്കാരം കണ്ടാ അല്ലാഹനെ കളിയാക്കുന്നത് പോലെയാണ്, എന്തോ കോമാളിത്തരം കാണിക്കുന്നത് പോലെ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ
3 സ്വലാത്ത് സ്വല്ലല്ലാഹു അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. പരമനുഷ്യന്മാർ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഭക്ഷണം കഴിച്ച വീട്ടിൽ നിന്ന് ചെറിയ കപ്പ കഴിച്ചു, ഗ്യാസ് കയറി പിടിച്ചെന്ന് തോന്നുന്നു, നെഞ്ചിനകത്തൊരു വേദന. അള്ളാഹു ശിഫയാക്കുമാറാകട്ടെ. കൂടിപ്പോയി മരിച്ചു, അതിൽ കൊടുത്തിട്ടൊന്നും ഇല്ല. അള്ളാഹു നല്ല മരണം തരുമാറാകട്ടെ. അള്ളാഹു നല്ല മരണം തരുമാറാകട്ടെ. എല്ലാവർക്കും മരിക്കാൻ പേടിയാ, എല്ലാവർക്കും മരിക്കാൻ പേടിയാ. എന്തിനാ മനുഷ്യ മരണത്തെ പേടിക്കണേ? ഇതുപോലൊരു സദസ്സിലാണെങ്കിൽ അൽഹംദുലില്ലാഹ് അല്ലേ, ഇതുപോലൊരു സദസ്സിലാണെങ്കിൽ ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ 40 പേര് നല്ലത് പറഞ്ഞാൽ അവന് സ്വർഗമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നിങ്ങൾ ഇറങ്ങി പോകുമ്പോൾ പറയല്ലോ, വയത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാ ചങ്ങാതി പോയല്ലോ, അങ്ങനെ മതിയില്ല. പണ്ടൊരു മനുഷ്യന്റെ അടുക്കൽ അസ്രായീൽ അലൈഹിസ്സലാം റൂഹ് പിടിക്കാൻ വന്നു അത്രേ. റൂഹ് പിടിക്കാൻ വന്നപ്പോൾ ആ മനുഷ്യനോട് പറഞ്ഞു, അള്ളാഹു പറഞ്ഞിട്ടുണ്ട് നിനക്ക് വല്ല ആഗ്രഹം ഉണ്ടെങ്കിൽ സാധിച്ചതിന് ശേഷമേ റൂഹ് പിടിക്കാവൂ. അപ്പൊ അസ്രായീൽ അലൈഹിസ്സലാം മനുഷ്യനോട് ചോദിച്ചു, നിനക്ക് വല്ല ആഗ്രഹം ഉണ്ടോ? അപ്പൊ ആ ചങ്ങാതി പറഞ്ഞു എന്തെന്നറിയോ, 40 കൊല്ലമായിട്ട് നീ എപ്പോഴാ വരണേന്ന് പറഞ്ഞ് ഞാൻ കാത്തിരിക്കാം. 40 വർഷമായിട്ട് നീ എപ്പോഴാ വരുന്നത് എന്ന് ഞാൻ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് 40 കൊല്ലം. എനിക്കൊരു ആഗ്രഹമില്ല, പിടിച്ചോളാം. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അപ്പൊ അസ്രായീൽ ചോദിച്ചെന്ന് അള്ളാഹ് പറഞ്ഞതല്ലേ, നിനക്ക് വല്ല ആഗ്രഹം ഉണ്ടെങ്കിൽ പറ. എനിക്കൊന്നുമില്ലാന്നേ. പറ മനുഷ്യ, വല്ല ആഗ്രഹം പറയാ. എങ്കിൽ ഞാൻ 2 റക്അത്ത് നിസ്കരിക്കാം. 2ാമത്തെ റക്അത്തിന്റെ സുജൂദിൽ കിടക്കുമ്പോ പിടിച്ചോളാം. കാരണം എന്ത്? മരണം നമ്മൾ എന്തിനാ ഭയപ്പെടുന്നത്? എന്തായാലും ഒരു ദിവസം വരും മനുഷ്യ, എന്തായാലും ഒരു ദിവസം മരണം വരും. ആ മരണം നല്ല സമയത്താണെങ്കിൽ അൽഹംദുലില്ലാഹ് സന്തോഷം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, തുഖ്ഫത്തുൽ മുഅ്മിനി അൽ മൗത്ത് ഖാല നബിയുനാ റസൂലുള്ളാഹി. മരണം എന്ന് പറയുന്നത് അല്ലാഹു തന്റെ അടിമയ്ക്ക് കൊടുക്കുന്ന സമ്മാനമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു തരുന്ന സമ്മാനമാണ്, അതങ്ങോട്ട് വാങ്ങാ, അങ്ങോട്ട് പോകാ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറഞ്ഞു, വൈലെന്ന് പറയുന്ന നരകം നമസ്കരിക്കാത്തവനല്ല, നമസ്കരിക്കുന്നവനാണ്. എങ്ങനെ നമസ്കരിക്കുന്നവർ? ഇന്നത്തെ ചെറുപ്പക്കാരുടെ നമസ്കാരം കണ്ടാ അല്ലാഹുവേ പടച്ചവനെ എന്നാ കാണിക്കണമെന്നറിയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നോക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ വന്ന് നിസ്കരിക്കാം, ഒരു മനുഷ്യൻ വന്ന് നിസ്കരിക്കാം. ആ നമസ്കാരത്തിന്റെ ഇടയിൽ ആ മനുഷ്യൻ തന്റെ താടി ഒന്നിങ്ങനെ നേരെയാക്കി, അത്രേ ഉള്ളൂ. നമസ്കരിക്കുമ്പോ തന്റെ താടി ഒന്നിങ്ങനെ നേരെയാക്കി. നമസ്കാരം കഴിഞ്ഞപ്പോ ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മനുഷ്യനെ വിളിച്ചിട്ട് ചോദിക്കാതെ, നിനക്ക് അല്ലാഹനെ പേടിയില്ലേ? നിന്റെ ഹൃദയത്തിന്റെ അകത്ത് അല്ലാഹുവിനെ കുറിച്ച് ഭയമില്ലേടാ? നമസ്കരിക്കുന്ന സമയത്ത് ആ താടി നേരെയാക്കണേ. ഇങ്ങനെ നീ അങ്ങ് മരിച്ചുപോയാ എന്റെ ഉമ്മത്തായിട്ടാ മരിച്ചതെന്ന് കരുതല്ലേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. നമസ്കരിച്ചപ്പോ താടി നേരെയാക്കിയവനോട് റസൂലുള്ളാഹി എങ്ങനെയാ പറഞ്ഞെങ്കിൽ, നിസ്കരിക്കുമ്പോഴാ ഫോൺ അടിക്കണേ, നിസ്കരിക്കുമ്പോ ഫോൺ അടിക്കണം, എടുത്തിങ്ങനെ നോക്കും ആരാ വിളിക്കണേ. എടാ ഫോൺ അടിക്കുന്ന സമയത്ത് അത് ഒന്ന് പോട്ടെ, ഫോൺ അടിക്കുന്ന സമയത്ത് ഇങ്ങനെ അങ്ങ് ഓഫാക്കാം, ഇങ്ങനെ ഓഫാക്കാതല്ല, എടുത്ത് നോക്കും ആരാന്ന്, എന്നിട്ടാ ഓഫാക്കണേ. നമ്മൾ നമസ്കാരം ഇന്നത്തെ കോലം കണ്ടിട്ടില്ല, നമസ്കരിക്കണ കാക്ക കൊത്തണ പോലെ കിടന്നിട്ട്, കാക്ക കൊത്തുന്നത് പോലെ കിടന്ന് നമസ്കരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് കളിയും തമാശയും അള്ളാന്റെ മുന്നിൽ നിന്ന് കളിയാക്കാം. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരു മനുഷ്യന് സ്വർഗ്ഗത്തിൽ പോകാൻ ഒറ്റ വഖത്ത് നമസ്കാരം മതി, ഒരുപാടൊന്നും വേണ്ട. അപ്പൊ 60 കൊല്ലം നിസ്കരിക്കണമെന്നൊന്നില്ല, 50ഉം 60ഉം കൊല്ലം നീ രാവും പകലും കിടന്ന് തലകുത്തി മറിയണമെന്നില്ല. നിനക്ക് സ്വർഗം വേണോ? നിന്റെ ജീവിതത്തിലെ ഒരു വഖത്ത് മതി എന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലേക്ക് പോകാൻ പ്രവാചകൻ അവിടെന്ന് പറയുന്ന ഒരു മനുഷ്യൻ നമസ്കാരം കഴിഞ്ഞിട്ട് അവിടെന്ന് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, നമസ്കാരം കഴിഞ്ഞിട്ട് ഒരു മനുഷ്യൻ അവിടെന്ന് സ്വലാം പറഞ്ഞ് പിരിയുമ്പോ നീ
സ്വർഗത്തിലാണ്, അല്ലെങ്കിൽ നീ നരകത്തിലാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നതാ, നമസ്കാരം കഴിയുമ്പോ ഒന്നേ സ്വർഗത്തിന്റെ ലിസ്റ്റില് അല്ലെങ്കിൽ നരകത്തിന്റെ ലിസ്റ്റില് ആ നമസ്കരിച്ചവന്റെ പേരുണ്ടാകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ എല്ലാവരും ചോദിക്കും, ഉസ്താദേ നമസ്കരിക്കുന്ന സമയത്ത് പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വരുന്നുണ്ട്, മറന്നുപോയ കാര്യങ്ങൾ ഓർമ്മ വരുന്നുണ്ട്. അതിന്റെ കാരണം എന്തെന്നറിയോ? ഒരു മനുഷ്യൻ നമസ്കരിക്കുന്നതിന് വേണ്ടി കൈകെട്ടിക്കഴിഞ്ഞാൽ വലതുഭാഗത്തൊരു മലക്ക് നിൽക്കുന്നുണ്ട്, ഇടതുഭാഗത്ത് ഇബ്ലീസ് നിൽക്കുന്നുണ്ട്. എന്നിട്ട് ഇബ്ലീസ് ചെവിയിലേക്ക് പഴയത് മുഴുവനും പറഞ്ഞു തരികയാ. പഴയ കാര്യങ്ങൾ മുഴുവനും ആരൊക്കെയാ നിനക്ക് പൈസ തരാനുള്ളത്? എല്ലാ ചെവിയിൽ ഇങ്ങനെ ശൈത്താൻ പറഞ്ഞു തരികയാ. ആ സമയത്ത് വലതുഭാഗത്ത് നിൽക്കുന്ന മലക്ക് ചോദിക്കുകയാ, മനുഷ്യ നീ എവിടെയാ നിൽക്കുന്നതെന്നറിയോ? നിന്നെ പടച്ച നാഥന്റെ മുന്നിലാണ്, അല്ലാഹുവിന്റെ മുന്നിലാണ് നീ നിൽക്കുന്നത്. ഈ ശപിക്കപ്പെട്ടവന് പറയുന്നത് നീ കേൾക്കല്ലേ? അല്ലാഹുവേ മലക്കവിടെന്ന് പറഞ്ഞു തരികയാ. നമസ്കാരത്തിന്റെ ഓരോ രംഗത്തിലും റുകൂഇൽ പോകുമ്പോ സുജൂദിൽ പോകുമ്പോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അനസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, നിങ്ങൾ നമസ്കാരത്തിൽ സുജൂദിനെ ദീർഘിപ്പിക്കണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. മോനെ പെട്ടെന്ന് സുജൂദ് ചെയ്തിട്ട് എഴുന്നേറ്റ് ഓടല്ലടാ. റസൂലുള്ളാഹി പറയുകയാ, ഒരുപാട് സമയം നീ സുജൂദ് ചെയ്യണേ. കാരണം എന്തെന്നറിയുമോ? ഒരു മനുഷ്യൻ അല്ലാഹുവിന്റെ മുന്നിൽ സുജൂദിൽ കിടക്കുമ്പോ അവന്റെ പാപങ്ങൾ മുഴുവനും തലയുടെ മുകളിൽ വന്നിരിക്കുകയാണ്. എന്നിട്ട് ഉണക്കതാ മരത്തിൽ നിന്ന് ഉണക്കയില പൊഴിഞ്ഞു വീഴുന്നത് പോലെ സുജൂദിൽ കിടക്കുന്ന മനുഷ്യന്റെ തലയുടെ മുകളിൽ നിന്ന് പാപങ്ങൾ പൊടിഞ്ഞു വീഴുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. അതാ പടച്ച റബ്ബിനെ ഭയന്നുകൊണ്ട് ഒരു വഖത്ത് നമസ്കാരം കഴിഞ്ഞിട്ട് അവിടെ നിന്ന് സലാം വീട്ടി കഴിയുമ്പോ വലതുഭാഗത്ത് നിൽക്കുന്ന മലക്കങ്ങ് കെട്ടിപ്പിടിക്കുകയാ. എടാ സ്വർഗവാസിയെ, എടാ ഭാഗ്യവാനാ, എടാ ഭാഗ്യവാനെ, നീ അല്ലാഹുവിന്റെ സ്വർഗത്തിന്റെ അവകാശിയാ. നിന്റെ പേര് പടച്ച റബ്ബിന്റെ സ്വർഗത്തിന്റെ മുന്നിൽ എഴുതി വെച്ചിട്ടുണ്ട്. നീ അല്ലാഹു അനുഗ്രഹിച്ചവനാ. ഒരു വഖത്ത് നമസ്കാരം കഴിയുമ്പോ മലക്ക് പറയുന്നത് അങ്ങനെയാണ്. പക്ഷേ ഇബ്ലീസിനെ അനുസരിച്ചാ മലക്ക് പറയുന്നു, എടാ നശിച്ചവനെ, എടാ നഷ്ടവാളിയേ, അല്ലാഹുവിന്റെ സ്വർഗം കളഞ്ഞല്ലോടാ. പടച്ച റബ്ബിന്റെ സ്വർഗത്തിൽ കടക്കാൻ ഒരു അവസരം കിട്ടിയിട്ട് എല്ലാം നീ നശിപ്പിച്ച് കളഞ്ഞല്ലോ. നിന്റെ പേര് നരകത്തിന്റെ മുന്നിൽ എഴുതി വെച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി പറയുന്നു, മനുഷ്യ, ഒരു മനുഷ്യൻ നമസ്കരിച്ചിട്ട് പള്ളിയിൽ നിന്ന് മുസല്ലയിൽ നിന്ന് എഴുന്നേൽക്കുമ്പോ തന്റെ ഉമ്മ പ്രസവിച്ചതുപോലെ സർവ്വ പാപങ്ങളും അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത്? എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത്? എങ്ങനെ നിസ്കരിച്ചാലാ സ്വർഗം കിട്ടുന്നതെന്നറിയുവോ? ഒരു മനുഷ്യൻ നമസ്കരിച്ചത് എങ്ങനെയെന്നറിയുവോ? എന്റെ പ്രിയമുള്ളവരെ, മഹാനായ ഉർവ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലിന്റെ വിരൽ പഴുക്കുകയാ. വൈദ്യന്മാര് പറഞ്ഞു, തങ്ങളെ മഹാനായ ഉർവ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലിന്റെ വിരൽ പഴുക്കുകയാണ്. വൈദ്യന്മാര് പറഞ്ഞു, വിരൽ മുറിച്ചു മാറ്റണമില്ലെങ്കിൽ പഴുപ്പ് മുകളിലേക്ക് കയറാൻ സാധ്യതയുണ്ട്. ഉർവ റളിയല്ലാഹു തആല അൻഹു സമ്മതിക്കുന്നില്ല. പടച്ചവനെ, കുറച്ചു നാൾ കഴിഞ്ഞു, പഴുപ്പ് മുകളിലേക്ക് കയറിയിട്ട് കാൽപ്പത്തി മുഴുവനും പഴുപ്പാവുകയാണ്. ഉർവ തങ്ങളോടപ്പോഴും വൈദ്യന്മാര് പറഞ്ഞു, തങ്ങളെ കാല് മുറിച്ചു മാറ്റണം. കാൽപ്പത്തി മുറിച്ചു മാറ്റിയില്ലെങ്കിൽ മുകളിലേക്ക് പഴുപ്പ്
കയറാൻ സാധ്യതയുണ്ട്. ഉർവതങ്ങളെ സമ്മതിച്ചില്ല. അവസാനം കാലിന്റെ പഴുപ്പ് മുകളിലേക്ക് കയറുകയാ. അപ്പോഴും വൈദ്യന്മാര് പറഞ്ഞ തങ്ങള് മുട്ടിന്റെ താഴ്ഭാഗത്ത് വെച്ച് കാല് മുറിച്ചു മാറ്റിയില്ലെങ്കിൽ ഇനി മുകളിലേക്ക് പഴുപ്പ് കയറാൻ സാധ്യതയുണ്ട്. അവസാനം റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് കാല് മുറിക്കുന്നതിന് വേണ്ടി സമ്മതിക്കുകയാ. അല്ലാഹുവേ, കാല് മുറിക്കുന്നതിന് വേണ്ടി വൈദ്യന്മാര് മുഴുവനും കടന്നു വന്നു. അതാ ഒരു ഗ്ലാസിന്റെ അകത്ത് കള്ള് കൊണ്ടുവരികയാണ്. റളിയല്ലാഹു തആല അൻഹുവിന്റെ കയ്യിലേക്ക് കൊടുത്തിട്ട് പറഞ്ഞു, തങ്ങള് ഈ കള്ള് കുടിക്കണം തങ്ങള്. എന്തിനാണെന്ന് ചോദിക്കുമ്പോ വൈദ്യന്മാരവിടെന്ന് പറഞ്ഞു, കാല് മുറിക്കുന്ന സമയത്ത് വേദന അറിയാതിരിക്കാരാ, കാല് മുറിക്കുന്ന സമയത്ത് വേദന അറിയാതിരിക്കാരാ. റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, അതിന് കള്ളു കുടിക്കണ്ട, നിങ്ങൾക്ക് എന്റെ കാല് മുറിച്ചാ പോരെ. അവിടെന്ന് ഒതുപെടുക്കുകയാ. എന്നിട്ട് വൈദ്യന്മാരോട് പറഞ്ഞു, ഞാൻ നമസ്കരിക്കുന്നതിന് വേണ്ടി കൈകെട്ടിക്കഴിഞ്ഞാൽ നിങ്ങളെ കൊണ്ട് കഴിയുമെങ്കിൽ എന്റെ കാല് വെട്ടി മുറിച്ചോ. റളിയല്ലാഹു തആല അവിടെന്ന് ഒതുപെടുക്കുകയാ. പടച്ചറപ്പിന്റെ മുന്നിൽ മുസല്ലയിലേക്ക് കടന്നു നിന്നിട്ട് അല്ലാഹു അക്ബർ അവിടുന്ന് കൈകെട്ടുകയാണ്. അവിടുന്ന് വജ്ജകത്ത് ബോധുകയാണ്. അവിടുന്ന് ഫാത്തിഹ ബോധുകയാണ്. റളിയല്ലാഹു തആല നമസ്കാരത്തിലേക്ക് പ്രവേശിച്ച് കഴിയുമ്പോ സുബ്ഹാനല്ലാഹ്, ഒരു മരുന്നും കൊടുക്കാതെ, ഒരു മയക്കവുമില്ലാതെ, ഒരു മരവിപ്പിക്കലും നടത്താതെ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലങ്ങ് മുറിക്കുകയാ. പടച്ചവനെ, ജീവനുള്ള ഒരു മനുഷ്യന്റെ കാല് വെട്ടി മുറിക്കുകയാണ്. റളിയല്ലാഹു തആല അൻഹു അറിയുന്നില്ല. കാരണം പടച്ചറപ്പിന്റെ മുന്നിലാണ് നിൽക്കുന്നത്. കണ്ണിന്റെ മുന്നിൽ അല്ലാഹു നിൽക്കുകയാ. അവിടത്തെ കാല് വെട്ടി മുറിച്ചിട്ട് അറിഞ്ഞില്ല വാപ്പാ. അവിടത്തെ കാലങ്ങ് മുറിച്ചു മാറ്റുകയാണ്. രക്തമിങ്ങനെ ഒലിക്കുകയാണ്. രക്തമിങ്ങനെ ഒലിച്ചു കൊണ്ടിരിക്കുമ്പോ രക്തം നിൽക്കുന്നതിന് വേണ്ടി വൈദ്യന്മാര് ചെയ്തതെന്തെന്നറിയോ? എണ്ണ തിളപ്പിക്കുകയാണ്. അതാ എണ്ണ തിളപ്പിക്കുകയാ. എന്നിട്ട് തിളച്ച എണ്ണ അതാ മുറിവിലേക്ക് മുക്കിയാ രക്തം നിൽക്കുമെന്നാണ്. റളിയല്ലാഹു തആല അൻഹുവിന്റെ മുറിച്ച കാലിൽ നിന്ന് രക്തം ഇങ്ങനെ ഒഴുകുകയാ. അവസാനം വൈദ്യന്മാര് തിളപ്പിച്ച എണ്ണ കൊണ്ടുവന്നിട്ട് റളിയല്ലാഹു തആല അൻഹുവിന്റെ മുറിച്ച കാലിലേക്ക് അങ്ങ് മുക്കുകയാണ്. എണ്ണയ്ക്കകത്തേക്ക് മുക്കുമ്പോ ഉർവതങ്ങളങ്ങ് പിടഞ്ഞു വീഴുകയാ. അവിടത്തെ ബോധമങ്ങ് നഷ്ടപ്പെട്ടു പോയി. പടച്ചവനെ, ആരാ പറയുന്നത്? വൈദ്യന്മാര് വല്ലാത്ത പ്രയാസത്തിലാണ്. ആരാണ് ബോധം തിരിച്ചു വരുമ്പോ കാല് മുറിച്ചു മാറ്റി എന്ന് പറയുന്നത്? എല്ലാവരും ഇങ്ങനെ പ്രയാസത്തിൽ നിൽക്കുമ്പോ അല്ലാഹു അതാ കൊടുത്ത രണ്ടാമത്തെ ഒരു പരീക്ഷണം എന്തെന്നറിയുമോ? തന്റെ മക്കളിൽ ഏറ്റവും ചെറിയ മകനുണ്ടല്ലോ, കുതിരയുടെ ചവിട്ട് കൊണ്ട് മരണപ്പെടുകയാ. സ്വന്തം മകൻ മരിച്ചു. ഏറ്റവും ചെറിയ മകൻ മരിച്ചു. തന്റെ കാലും മുറിച്ചു. വൈദ്യന്മാര് പ്രയാസത്തിൽ നിൽക്കുകയാണ്. അപ്പോഴാണ് റളിയല്ലാഹു തആല അൻഹുവിന് ബോധം തിരിച്ചു വരുന്നത്. അവിടെന്ന് പറഞ്ഞു, തങ്ങള് അല്ലാഹുവേ, നിങ്ങളുടെ ഏറ്റവും ഇളയ മകനുണ്ടല്ലോ, കുതിരയുടെ ചവിട്ട് കൊണ്ട് മരണപ്പെട്ടു. തങ്ങള് തന്റെ പൊന്നാര മകന് മരണപ്പെട്ടു എന്ന് പറയുമ്പോ ഉർവതങ്ങൾ പറഞ്ഞു, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അൽഹംദുലില്ലാഹ്. തന്റെ പൊന്നാര മകന് മരിച്ചു പോയെന്ന് പറയുമ്പോ അൽഹംദുലില്ലാ പറയുകയാ. വൈദ്യന്മാര് പറഞ്ഞു, തങ്ങള് നമസ്കരിക്കുന്ന സമയത്ത് അങ്ങയുടെ കാല് മുറിച്ചു മാറ്റി. തങ്ങള് ഇന്നാ ലില്ലാഹ് അൽഹംദുലില്ലാഹ്. എല്ലാവരും
അത്ഭുതപ്പെടുകയാണ്. മകൻ മരിച്ചെന്ന് പറഞ്ഞപ്പോ എന്തിനാ അൽഹംദുലില്ലാ പറയുന്നത്? എനിക്ക് അല്ലാഹു തന്ന മക്കളിൽ നിന്ന് ഒരാളെയല്ലേ തിരിച്ചെടുത്തുള്ളൂ, ബാക്കി മക്കളെ എനിക്ക് അല്ലാഹു തന്നല്ലോ. അതുകൊണ്ട് അൽഹംദുലില്ലാ, അല്ലാഹു എനിക്ക് 2 കാല് തന്നിട്ട് 1 കാലല്ലേ തിരിച്ചെടുത്തുള്ളൂ. അതുകൊണ്ട് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞിട്ട് റളിയല്ലാഹു തആല അൻഹു ഇരുന്ന് കരയുകയാ. എന്തിനാ തങ്ങളെ കരയുന്നത്? കാല് പോയതിന്റെ വിഷമം കൊണ്ടാണോ? കാല് പോയത് കൊണ്ടാണോ? തങ്ങൾ പറയുന്നു, അല്ലാ ഇനി ഒരുപാട് നേരം എനിക്ക് നിന്ന് നിസ്കരിക്കാൻ കഴിയില്ലല്ലോ റബ്ബേ. ഒരുപാട് നേരം പാതിരാത്രി മുഴുവനും നിന്റെ മുന്നിൽ നിന്ന് നിസ്കരിക്കാൻ എനിക്ക് കഴിയില്ലല്ലോ. എനിക്കൊരു കാലല്ലേ ഉള്ളൂ. മോനെ, നമസ്കാരം എന്ന് പറഞ്ഞാൽ ഒരു ആനന്ദമുള്ള കാര്യമോ? മോനെ, മഹാനായ പ്രവാചകന്റെ പ്രിയപ്പെട്ട സ്വഹാബി ഉണ്ടല്ലോ, ഉബൈബ് റളിയല്ലാഹു തആല അൻഹു, തൂക്കുമരത്തിലേക്ക് കയറ്റി നിർത്തിയിരിക്കുന്ന സമയത്ത് ഉബൈബ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനോട് ശത്രുക്കൾ ചോദിച്ചു, ഉബൈബേ, നിന്റെ അവസാനത്തെ മോഹമെന്താ? അവിടെന്ന് പറഞ്ഞു, എനിക്ക് 2 റക്അത്ത് നിസ്കരിക്കണം, എനിക്ക് 2 റക്അത്ത് നിസ്കരിക്കണം. മഹാനായ ഉബൈബ് റളിയല്ലാഹു തആല അൻഹു അവിടെന്ന് പുതുപെടുത്തിട്ട് പെട്ടെന്ന് 2 റക്അത്ത് അങ്ങ് നമസ്കരിക്കുകയാ. നമസ്കാരം കഴിഞ്ഞിട്ട് പെട്ടെന്ന്, അല്ലാഹുവേ നമസ്കാരം കഴിഞ്ഞു, പെട്ടെന്ന് നമസ്കരിച്ചിട്ട് പടച്ച റബ്ബിന്റെ മുന്നിൽ സുജൂദിൽ കിടന്നിട്ട് ഉബൈബ് തങ്ങൾ കരഞ്ഞുകൊണ്ട് പറയുന്നു, അല്ലാ, എപ്പോഴും ഞാൻ വലിയ സൂറത്തുകൾ ഓതിയിട്ടാണ് നമസ്കരിക്കുന്നത്. ആദ്യമായിട്ടാണ് ചെറിയ സൂറത്ത് ഓതിയിട്ട് ഞാൻ പെട്ടെന്ന് നിസ്കരിച്ചത്. അല്ലാഹുവേ, വലിയ വലിയ സൂറത്ത് ഓതി നമസ്കരിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടല്ലോ. പിന്നെ എന്തേ പെട്ടെന്ന് നിസ്കരിക്കാറുള്ള കാരണം എന്തെന്നറിയുമോ? ഞാൻ എങ്ങാണം എന്റെ നമസ്കാരം നീട്ടിയോ, ഇവന്മാര് പറയും മരിക്കാൻ ഹുബൈബിന് പേടിയാണെന്ന്. അതുകൊണ്ടാണ് തമ്പുരാനെ പെട്ടെന്ന് ഞാൻ നിസ്കരിച്ചത് എന്ന് കരഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ മുന്നിൽ സുജൂദിൽ കിടന്ന് പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, മോനെ, മരിക്കുന്ന സമയത്ത് നിന്റെ നാവ് പൊക്കിയിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞിട്ട് മരിക്കാൻ നിനക്ക് മോഹമുണ്ടോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ കഴിയാത്ത ഒന്നാമത്തെ വിഭാഗം ആരെന്നറിയോ? നമസ്കാരത്തിൽ അലസത കാണിക്കുന്നവരാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമസ്കാരത്തിൽ അലസത കാണിക്കുന്നവന്റെ ആഖിബത്ത് മോശമാ. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ.